കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യരോട് കാണിക്കുന്നത് പോലെ പരസ്പരം കരുണ കാട്ടുന്നവരും സ്നേഹിക്കുന്നവരും സമാധാനം സ്ഥാപിക്കുന്നവരുമാണ് ദൈവമക്കൾ. അവരോടുകൂടെയാണ് ദൈവം വസിക്കുന്നത്. ഹൃദയത്തിൽ അശുദ്ധിയും അധരങ്ങളിൽ പ്രാർത്ഥനയുമായി നടക്കുന്ന വിശ്വാസികൾ ധാരാളമുണ്ട്. എന്നാൽ അങ്ങനെയല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ആയിരിക്കേണ്ടത്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല മനുഷ്യനാകുവാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ചെറിയ ത്യാഗമെങ്കിലും ചെയ്യുന്നവരായിരിക്കാം. വാക്കിലും സംസാരത്തിലുമല്ല നാം ശ്രദ്ധിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൽ എല്ലാവരെയും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഹൃദയത്തിൽ അശുദ്ധിയില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും തുടങ്ങുമ്പോൾ നമ്മളിൽ ആന്തരികമായി രൂപാന്തരീകരണം സംഭവിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയാം. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷയിലേക്ക് നയിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത്, കൃപയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. ഞാൻ എൻ ദൈവമേ നന്ദി എന്നേശുപരാ, സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എന്നേശുപരാ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിർത്തിയോനേ. ഉന്നത പദവിയിലിരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. ഉന്നത പദവിയിലിരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ നന്ദി എന്നേശുപരാ. നമ്മുടെ കണ്ണുനീരിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുന്ന കർത്താവ്. ആ ദൈവത്തോട് നമ്മുടെ സകല പ്രാർത്ഥനകളും സമർപ്പിച്ച് അവിടുന്ന് ചെയ്തു തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും, ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും, ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. ആമേൻ, ഹല്ലേലൂയ. അധ്വാന
ആമേൻ. ഹല്ലേലൂയ. ദീർഘായുസ്സും മനസമാധാനവും തന്ന കർത്താവേ, സ്തുതി നിനക്ക്. ആമേൻ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നമുക്ക് സകല നന്മകളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, നല്ലൊരു കുടുംബം നമുക്ക് തന്ന കർത്താവിന് നന്ദി പറയാം. ജീവിത പങ്കാളിയും മക്കളെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. അവിടുത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം. ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, ഭൗതിക നന്മകൾ തന്നവനേ, ജീവിത സൗകര്യങ്ങൾ തന്നവനേ, നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ, സ്തുതി നിനക്ക്. നല്ല കുടുംബം തന്നവനേ, പ്രിയ കർത്താവേ, സ്തുതി നിനക്ക്. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഇന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ എന്നും അതുവഴി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.